വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോട് ഇഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ബുദ്ധിശക്തി ഉള്ള നല്ല ഓമനക്കിടാങ്ങൾ, കള്ളമില്ല ഞങ്ങളിൽ, കപടമില്ല ഞങ്ങളിൽ, കൊള്ളവാക്കും കൊള്ളിടപ്പും ഒന്നുമില്ല ഞങ്ങളിൽ. ഗാന്ധി ജനിച്ച നാട്ടിലെ നെഹ്റുവാണ് നാട്ടിലാ പൂക്കളാട് ഞങ്ങൾ, പൂക്കളാണ് ഞങ്ങൾ. പൂക്കൾ തന്നെയാ, പൂക്കളിലെ ഇതള്. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അർജുൻ. എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ? അഞ്ചില്. രമാദേവി ഹൗസ് വൈഫാണ്. വെറൈറ്റി നെയിം. ഏത് ക്ലാസ്സിലാ? അംഗനവാടി ആയതേ ഉള്ളൂ. പാവം. ശീതൾ ഇൻഫോ പാർക്കിലാണ്. എല്ലാവരും എവിടെന്നാ വരുന്നേ? വൈക്കം. ഓക്കെ, ഒരു ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ ഫേസ് ഒക്കെ ഇരിക്കുന്ന കഴിഞ്ഞ് 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു കടമുണ്ട്. ഏതാണ് ആ കടം? മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു കടം. ആൻസറിൽ കടമുണ്ട്. ഇപ്പൊ പറയാം. കടത്തിന്റെ ഫ്രണ്ടിൽ 2 അക്ഷരം കൂടെ ചേർത്താൽ മതി. സാധാരണ ഈ കട എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. മരണത്തിന് വരെ കാരണമായേക്കും. സങ്കടം അല്ല, സങ്കടം ഒരിക്കലും മരണത്തിന് കാരണമാണ്. അത് തന്നെ, കടത്തിന്റെ ഫ്രണ്ടിൽ 2 അക്ഷരം മാത്രമേ ഉള്ളൂ. സങ്കടം. ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും സങ്കടമാണ് പറഞ്ഞത്. അല്ല, അറിയാന്ന് ആൻസർ പറയണേ. അറിയാമെങ്കിൽ പാസ് കൊടുക്കുക. വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാ. വെഹിക്കിൾസുമായിട്ട് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്നും ഉപ്പിലിടുന്ന ഒരു വസ്തു ഉണ്ട്. ഏതാണ് ആ വസ്തു? എന്നും ഉപ്പിലിടുന്ന വസ്തു. ഉപ്പല്ല, കൈയല്ല, വേറെ. ഇവിടെ മോൻ ആൻസർ പറഞ്ഞേക്കുകയാണ്. പാട്ട് പാടോ? പാടും. പാട്ട് പാടിയ സ്റ്റേറ്റ് പാടും. കുഞ്ഞുങ്ങളാണ് ചാച്ചാജിയുടെ മോള് പാട്ട് പാടുന്നതാണ്. ശിശുക്കളാണ് ഞങ്ങൾ, ശിശുക്കളാണ് ഞങ്ങൾ, ബുദ്ധിശക്തി ഉള്ള നല്ല ഓമനക്കിടാങ്ങൾ, കള്ളമില്ല ഞങ്ങളിൽ, കപടമില്ല ഞങ്ങളിൽ, കൊള്ളവാക്കും കൊള്ളിടപ്പും ഒന്നുമില്ല ഞങ്ങളിൽ. ഗാന്ധി ജനിച്ച നാട്ടിലെ നെഹ്റുവാണ് നാട്ടിലാ പൂക്കളാട് ഞങ്ങൾ, പൂക്കളാണ് ഞങ്ങൾ. പൂക്കൾ തന്നെയാ, പൂക്കളിലെ ഇതള്.
നല്ലൊരു ക്ലാപ്പ്. ആ ക്ലാപ്പൊക്കെ കൊടുത്തിരുന്നല്ലേ ഇവിടെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആർക്കാണ്? കരയും തോറും ആയുസ് കുറഞ്ഞു വരും. ഉരുകി ഉരുകി തീരും. യെസ്. ഓ ചേട്ടാ പ്രൈസ് കൊണ്ടുപോയി. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉറുമ്പിന്റെ അപ്പന്റെ പേര് എന്താണ്? ഉറുമ്പിന്റെ ഉറുമ്പച്ചനല്ല, ഉറുമ്പപ്പൻ. അപ്പനുണ്ട്. എന്താണ് ഉറുമ്പിന്റെ അപ്പൻ? അപ്പോൾ 3 ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവി? കാക്ക. അത് ചോദ്യത്തിന്റെ ആളാണെന്ന് തോന്നുന്നു കേട്ടോ. അതല്ലേ അവർ ഞങ്ങളോട് ചോദിച്ചോ. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആന്റിക്കായിരുന്നു ഭയങ്കര താല്പര്യം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. 5ാമത്തെ ചോദ്യം, ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാണ്? ഒഴുകാൻ കഴിയുന്ന അക്കം 1 മുതൽ 10 വരെയുള്ള ഒരു സംഖ്യയാണ്. 6. കറക്റ്റ് ആൻസർ ആണ്. ഇപ്പൊ എത്ര ക്വസ്റ്റിന്റെ ആൻസർ ആയി? 6. ഇവിടെ 5 ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ചേട്ടനാണ്. എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും കിട്ടി. ഇനി 7ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ അത് മറ്റേ നേരം വെളുക്കുന്നു രാത്രിയാകുന്നു. വെളുക്കുമ്പോഴാണ് കറക്കുന്നത്, കറക്കുമ്പോൾ വെളുത്തിരിക്കും. കറക്കുമ്പോൾ വെളുക്കും. പാല് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. ഇതിന്റെ തൊലി അങ്ങ് കളഞ്ഞാൽ പേര് മാറും. അല്ല, ഓറഞ്ച് തൊലി കളഞ്ഞാൽ പേര് മാറത്തില്ല. ആപ്പിൾ അല്ല. തൊലി കളഞ്ഞാൽ പേര് മാറും. ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നുമല്ല, നമ്മൾ കഴിക്കുന്ന സാധനം തന്നെയാണ്. അത് തൊലി കളഞ്ഞ് കുറച്ച് നമ്മൾ പാചകം ചെയ്തൊക്കെ വേവിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. തൊലി കളഞ്ഞ് ഒരുപാട് പ്രോസസ്സൊക്കെ നടന്നിട്ടാണ് നമ്മുടെ കടയിൽ നിന്ന് നമ്മളിത് വാങ്ങുന്നത്. നമ്മൾ നിത്യേന കഴിക്കുന്ന ഒരു സാധനമാണ്. സാധനത്തിന് നെല്ല് കറക്റ്റ് ആൻസറാണ്. നെല്ല് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ 6 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്ന ഒരു വസ്തുവുണ്ട്. എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകും. ക്ലാസ് റൂമിലൊക്കെ ഉണ്ട്. ബോർഡ് കറക്റ്റ് ആൻസർ. അപ്പോൾ 7 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു. കാണാറുണ്ടോ ഈ പ്രോഗ്രാം നേരത്തെയൊക്കെ? അങ്ങനെ ഉണ്ട്. ഓൾറെഡി അവരുടെ ഓഫീസിൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 10-ന് മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ആപത്ത്. എനിക്കറിയാമായിരുന്നു ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ നിന്ന് കിട്ടുന്നു. 8 ക്വസ്റ്റിന്റെ തീർന്ന് 10 ക്വസ്റ്റ്യനിൽ 7 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. 8 ക്വസ്റ്റ്യൻ 8, 9, 10. ഓക്കെ. അപ്പോൾ 10 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഇവിടെ വിജയിച്ചിരിക്കും. ചേട്ടന്റെ പേരെന്താ? അർജുൻ. അപ്പോൾ അർജുൻ ചേട്ടനാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. അർജുൻ ചേട്ടന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി BMTV ന്യൂസിന്റെ ന്യൂസ് റിപ്പോർട്ടറായ അനുജയെ ക്ഷണിച്ചോളുന്നു. താങ്ക് യു. നല്ലൊരു പാട്ട് പാടിത്തന്ന ഇതൾ മോൾക്ക് ചെറിയൊരു സമ്മാനം. താങ്ക് യു. വെൽക്കം. ഇഞ്ചോടിഞ്ചിന്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.